FCRA നിയമം ഇപ്പോൾ ഇടയ്ക്കൊന്ന് വലിയ ചർച്ചയായി. വീണ്ടും ഒന്ന് വാർത്തകൾ വരുന്നതനുസരിച്ച് അധികം അങ്ങോട്ട് അതിനകത്ത് യുദ്ധം ചെയ്യണ്ട എന്ന് ക്രിസ്തീയ സഭകൾ നിലപാടെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിദേശത്ത് നിന്ന് ധനം ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് മതപ്രവർത്തനത്തിന് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു തിമോത്തി ഇനിഷ്യേറ്റീവ് എന്നൊരു സംഘടന, അതിന് മലയാളിയാണ് ഹെഡൊക്കെ. അപ്പോൾ അവർ നക്സൽ മേഖലയിൽ ഏതാണ്ട് 90 കോടിക്ക് മുകളിൽ പണം ചിലവാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. അവർക്കെതിരെ UAPA പ്രകാരം കേസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ FCRA നിയമത്തിൻ്റെ ഈ പുതിയ ചട്ടങ്ങൾ മാറ്റിയതിനെക്കുറിച്ച് എന്താണ്? അല്ലേ, എനിക്കിതിൽ മനസ്സിലാവാത്തത് എന്തിനാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഈ ബഹളം വയ്ക്കുന്നത്? നിങ്ങൾ കൊണ്ടുവരുന്ന സംഭാവനകളുടെ കണക്ക് ചോദിക്കുന്നു, നിങ്ങൾക്ക് ദേഷ്യം വരുന്നു. എന്തിനാണ്? ഞങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. എന്ത് ശ്വാസം മുട്ടിക്കൽ? കണക്ക് കൊടുക്കണ്ടേ? അതുപോലെ കൊണ്ടുവരുന്ന പർപ്പസിനായിട്ട് വേണം ഈ പൈസ ഉപയോഗിക്കാൻ. ഇപ്പോൾ പള്ളിയിലച്ചന്മാരുടെ ആവശ്യം, അവർ പൈസ കൊണ്ടുവരും, അതവർ തോന്നുംപടി ചിലവാക്കും. അവരൊരു കണക്ക് തരും, അത് ബാക്കിയുള്ളവർ വിഴുങ്ങിക്കൊള്ളണം. ഇവർ ചെയ്യുന്നത് ഇവരുടെ സുഖലോലുപ ജീവിതത്തിന് വേണ്ടി ഈ പൈസ ഉപയോഗിക്കുന്നു. രാജ്യത്തെ അട്ടിമറി പ്രവർത്തനങ്ങൾ ആരൊക്കെ നടത്തുന്നുണ്ടോ അവർക്ക് സംഭാവന കൊടുക്കാനായിട്ട്, അവർക്ക് പറ്റിയ നരേറ്റീവ് ഉണ്ടാക്കാനായിട്ട് ഒക്കെ ഇവർ ഉപയോഗിക്കുന്നു. മെയിൻ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിന് പാരവയ്ക്കാനായിട്ട് NGO എന്നൊക്കെ പറഞ്ഞ് സമരം ബഹളമൊക്കെ സംഘടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിലൊക്കെ ഈ പറഞ്ഞ തൃശ്ശൂർ ബിഷപ്പിനോ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനോ ഒന്നും പങ്കൊന്നും ഉണ്ടായിരിക്കില്ല. അവരൊന്നും അറിയുക പോലുമില്ല. ദേ ജസ്റ്റ് ഡോണ്ട് നോ വെയർ ദിസ് മണി ഈസ് ഗോയിങ്. അവരിങ്ങനെ അവരുടെ പള്ളി സംഗതി പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകുന്നവരാണ്. പക്ഷേ അവരുടെ കീഴിൽ നടക്കുന്ന പല കാര്യങ്ങളും ബൈബിളിൽ പറഞ്ഞ പോലെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയുന്നില്ല. പക്ഷേ അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ്റിന് ഇത് അറിയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഞാൻ അനാഥ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു $10,000 കൊണ്ടുവരുന്നു. എന്നിട്ടൊരു അനാഥനെ എവിടെ നിന്നെങ്കിലും തപ്പിപ്പെറുക്കി എടുത്തിട്ട് അവിടെ ഒരു തൊഴുത്തിൽ താമസിപ്പിക്കുന്നു. ബാക്കി കാശ് ഞാനൊരു 2 ഏക്കർ വസ്തുവും ബിൽഡിങ്ങും ഒക്കെ വെച്ചിട്ട് ഞാനങ്ങ് സുഖിക്കുകയാണ്. ഈ അനാഥൻ എന്തെങ്കിലും അസുഖം വന്നാൽ ആ ചെറുക്കൻ ചത്തുപോകും. വേറൊരു അനാഥനെ ഞാൻ തപ്പിപ്പിടിച്ച്, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും തല്ലിക്കൊന്നിട്ടൊരുത്തനെ അനാഥനാക്കിയിട്ട് അവനെ കൊണ്ടുവന്ന് നിർത്തുക. തയ്യൽ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ച് അവിടെ ഇടുക. ഏതെങ്കിലും 2 പെണ്ണുങ്ങൾ വന്നില്ലെങ്കിൽ ബാക്കി കാശ് ഞാൻ വസ്തു മേടിച്ച് വലിയ കൊട്ടാരവും ഓഡിറ്റോറിയമൊക്കെ പണിഞ്ഞ് അത് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് സ്ഥിര വരുമാനം ഉണ്ടാക്കുക. 2-3 കൊല്ലം കഴിയുമ്പോൾ FCRA ലൈസൻസ് അങ്ങ് ലാപ്സ് ആകാൻ അനുവദിക്കുക. അതോടെ ഞാൻ പണക്കാരനായി, എനിക്ക് FCRA ലൈസൻസ് ഇല്ല, ഞാൻ ആർക്കും ഒരു കണക്കും കൊടുക്കണ്ട, ഞാൻ രാജാവായി. ഈ പരിപാടി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ മോഹൻദാസ് രാജാവായിട്ട് കഴിയുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി സർക്കാർ എടുത്തുകൊണ്ട് അങ്ങ് പോകും. ജില്ലാ കളക്ടർ ഒരു ദിവസം വന്നിട്ട് ജപ്തി ചെയ്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടും. മോഹൻദാസ് തെരുവിലാകും. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ഈ പറയുന്ന നമ്മളുടെ KP യോഹന്നാൻ ഗ്രൂപ്പ് കൊറോണ കാലത്തോ മറ്റാണ് അവരുടെ അവിടെ റെയ്ഡ് നടന്നത് ബിലീവേഴ്സ് ചർച്ചിൽ. 6000 കോടി രൂപയുടെ പഴയ നോട്ട് അവിടെ നിന്ന് കണ്ടെടുത്തു. അത് സംഭവം എന്താ, ഇത് പുതുക്കാൻ നിർവാഹമില്ല, ഡിക്ലെയർ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ല. നോട്ടല്ലേ, കളയാനും തോന്നിയില്ല. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. കണക്കില്ലാത്ത പണം, കണക്കിൽ കവിഞ്ഞ പണം. 100 രൂപയുടെ കണക്ക് കൊടുക്കും, 1000 രൂപ വന്ന് കാണും. ഇതുപോലെ ഓരോ ആവശ്യത്തിന് പണം വരെ. ഞാൻ കേരളത്തിലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്ത കഥ പറയാം. അവർ പൈസ കൊണ്ടുവന്നു, എന്നിട്ട് ഛത്തീസ്ഗഡിൽ കുഴൽക്കിണർ കുഴിച്ചു. 110 കുഴൽക്കിണർ ഛത്തീസ്ഗഡിൽ ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് റെക്കോർഡുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ആരോ ചെക്ക് ചെയ്തു, വെരിഫൈ ചെയ്തപ്പോൾ അവിടെയെങ്ങും ഒരു കുഴൽക്കിണർ ഇവർ കുഴിച്ചിട്ടില്ല. കാശ് ഇവിടെ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റിൽ മുടക്കി ഗംഭീരമായിട്ട് കച്ചവടം നടക്കുകയാണ്. ഇതൊക്കെയാണ് പരിപാടി. ഇത് എല്ലാം പുറത്തു വരുമോ എന്ന് ഭയന്നിട്ടാണ് ആദ്യ ദിവസം വലിയ ബഹളമൊക്കെ വെച്ചെങ്കിലും പെട്ടെന്ന് അവരൊന്ന് മയപ്പെട്ടത്. കാരണം കത്തോലിക്ക സഭ മാത്രമല്ല, മറ്റ് സഭകൾ പലതും കത്തോലിക്ക സഭയ്ക്ക് ഹിൻറ്റ് കൊടുത്തു. അതെ, ഇങ്ങനെ സർക്കാരുമായിട്ട് വഴക്കിടാൻ ഞങ്ങൾ തയ്യാറല്ല.
നിങ്ങളെന്തെങ്കിലും കാണിച്ചു കൂട്ടിയെങ്കിൽ ഞങ്ങളെയും കൂടെ ബ്രാക്കറ്റിൽ ചേർത്തിട്ട് സർക്കാർ കുഴപ്പത്തിലാക്കും. അതുകൊണ്ട് ഞങ്ങളില്ല. പിന്നെ ഇവരുടെ ഒരു പോയിൻ്റ്, ഞങ്ങളോട് ആലോചിച്ചില്ല. ഇവരാരാ ഇവരോട് ആലോചിക്കാൻ? ജനപ്രതിനിധികൾ കൂടിയിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ്, നമുക്കെല്ലാം വേണ്ടി സംസാരിക്കാനാണ് നമ്മളുടെ MP. അതല്ലാതെ നമ്മളുടെ അടുത്ത് വന്ന് സർക്കാർ ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഒരു ബില്ല് ആരെങ്കിലും പിണറായി വിജയനോ അല്ലെങ്കിൽ VD സതീശനോ ഒരു ബില്ലും കൊണ്ട് നാട്ടുകാരുടെ അടുത്ത് വരുമോ? ഞാനിത് പാസ്സാക്കിക്കോട്ടെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ചോദിക്കില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ MLA MP സംവിധാനം ഉള്ളത്. അതിനാണ്. ഞങ്ങളോട് ചോദിച്ചില്ല. അമ്പടാ, അത് കൊള്ളാമല്ലോ. ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കണമെങ്കിൽ കത്തോലിക്ക സഭയോട് ചോദിച്ചിട്ട് വേണം. ഇതൊക്കെ ഈ ധാർഷ്ട്യം ഒക്കെ അവസാനിച്ചു. അതിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. ഇച്ചിരി പതുക്കെ പോയാൽ മതി. ഇനിയിപ്പോൾ വലിയ പ്രതിഷേധമോ സംഗതിയോ ഉണ്ടാവില്ല. കാരണം ഇവരുടെ ദുഷ്കർമ്മങ്ങളൊരു 4 എണ്ണം സർക്കാർ പരസ്യപ്പെടുത്തിയാലുണ്ട്. സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പരസ്യപ്പെടുത്തി ഇവരെ ചീത്തയാക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വഴി നടക്കാൻ പറ്റാതെയാവും. ക്രിസ്ത്യാനികൾ തന്നെ പല കമൻറ്റുകളിലും പറയുന്നത് ഇവരുടെയൊക്കെ ഇഷ്ടം പോലെ പണം ഇവരൊക്കെ ഇവരുടെ കാര്യത്തിന് ഉപയോഗിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ കമൻറ്റുകൾ, നിരവധി കമൻറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബിഗ് TV ഉണ്ടല്ലോ, ബിഗ് TVയുടെ അവരുടെ എഡിറ്റേഴ്സ് ചർച്ച. ഇപ്പോൾ TVകളൊക്കെ എഡിറ്റർമാരിരുന്നാണല്ലോ ചർച്ച. അപ്പോൾ അതിൽ ബിഗ് TVയിലെ ചർച്ചയിൽ അവരുടെ ജോഷി കുര്യൻ, നേരത്തെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന മിടുക്കനാണ്. ജോഷി കുര്യൻ പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്. ഇനി പ്രാക്ടീസിങ് ക്രിസ്ത്യനാണോ എന്ന് എനിക്കറിയില്ല. ജോഷി കുര്യൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എടുത്ത് പുറത്തിട്ടു. കേരളത്തിൽ വന്നിട്ടുള്ള പണത്തിൻ്റെ ഒരു 40%, അത്രയല്ലേ ഒരു TV ചർച്ചയിൽ പറയാൻ പറ്റുള്ളൂ. ആ കംപ്ലീറ്റ് ലിസ്റ്റ് അങ്ങ് പറയാൻ തുടങ്ങിയാൽ ജോഷി കുര്യൻ മാത്രം സംസാരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ദ വേ ഹി ഹാസ് കളക്റ്റഡ് ഡാറ്റ. ഹി ഈസ് എ ക്രിസ്ത്യൻ. പക്ഷേ ജോഷി കുര്യൻ പറഞ്ഞു, ഇത് അന്യായം, ഇതിന് കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ എന്തിനാണ് പരിഭ്രമിക്കുന്നത്? നിങ്ങളെ പരിഭ്രമിപ്പിക്കുന്ന ഒരു വകുപ്പും ഇതിനകത്തില്ല. മതപരിവർത്തനം പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല. എല്ലാ മതവും തുല്യമാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പിന്നെ മാറേണ്ട ആവശ്യം എന്താ? ജനിച്ച മതത്തിലങ്ങ് നിന്നാൽ മതി. ഇത് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവർക്ക് ദണ്ണം വരും. അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് മതപരിവർത്തനം നടത്താനാണ് ഉദ്ദേശം. അതാണ് ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സഭകൾ നടത്തിയ സംഭാവന എന്ന് എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. ഒരു സംഭാവനയും ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസം എക്കാലത്തും ഇവർക്ക് കച്ചവടമായിരുന്നു. ഇപ്പോഴും കച്ചവടമാണ്, എന്നും കച്ചവടമായിരിക്കും. ഇതൊന്നും സൗജന്യമായിട്ട് ചെയ്തതല്ല. ഇവരുടെ ചൂഷണത്തിനെതിരെയാണ് പണ്ട് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നത്. അത് കറക്റ്റായിരുന്നു ആ വിദ്യാഭ്യാസ ബില്ല്. പക്ഷേ വിദ്യാഭ്യാസ ബില്ലടക്കം സഭകൾ നടത്തിയ സമരത്തിൽ പിന്നീട് NSS ചേരുകയും മറ്റ് ഹിന്ദു സംഘടനകളും ഒക്കെ ചേരുകയും ചെയ്തു വിമോചന സമരത്തിൽ. അതിന് അന്യഥ വേറെ കാരണങ്ങളുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ ഭരണം, അത് ഇതൊക്കെ. അപ്പോൾ ഒരു സമരം ഞാൻ തുടങ്ങി വയ്ക്കുന്നു എൻ്റെ സ്വാർത്ഥ കാര്യത്തിന്. ബട്ട് വൈജിത്തിനും ആ ആളിനോട് ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിന് കാരണം വേറെയാണ്. പക്ഷേ എൻ്റെ സമരത്തിൻ്റെ കൂടെ വൈജിത്ത് ചേരും. വൈജിത്തിന് അറിയാം ഈ ചേട്ടൻ വേറൊരു ആവശ്യത്തിനാണ് സമരം, ഇരിക്കട്ടെ, എന്നാലും ആൾ വേണമല്ലോ. ഇങ്ങനെയാണ് വിമോചന സമരം ഉണ്ടായത്. അല്ലാതെ മുണ്ടശ്ശേരി മാഷിൻ്റെ ബില്ലിനെ ചൊല്ലിയല്ല. ഇവർ നടത്തിക്കൊണ്ടിരുന്ന ചൂഷണം നിർത്തിവെക്കാൻ ഉതകുന്ന ബില്ലായിരുന്നു അത്. ബട്ട് അത് വിമോചന സമരം കഴിഞ്ഞു. പിന്നെ EMS സർക്കാർ പോലും ധൈര്യപ്പെട്ടിട്ടില്ല രണ്ടാമത് ആ ബില്ല് കൊണ്ടുവരാൻ. ആരും ധൈര്യപ്പെട്ടില്ല. കാരണം അതിൽ അധ്യാപക നിയമനവും ശമ്പളവും സർക്കാരിൻ്റെ ഇതിലാക്കിയിരുന്നു മുണ്ടശ്ശേരി. അതിവർക്ക് സമ്മതമായില്ല. പിന്നീടുള്ള രാഷ്ട്രീയക്കാരെന്ത് ചെയ്തു? നിയമനം മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ശമ്പളം സർക്കാർ തരാമെന്നാക്കി. അങ്ങനെ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരും അത് വിട്ടുകൊടുക്കുകയില്ല. രാഷ്ട്രീയക്കാർക്ക് പണ്ട് കൈപൊള്ളിയതുകൊണ്ട് ഇപ്പോൾ ആരും മിണ്ടില്ല. ഇതാണ് വിദ്യാഭ്യാസ രംഗത്തെ സേവനം. കന്യാസ്ത്രീകൾക്ക് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല, അറിയാമോ? ഈ അടുത്ത കാലത്താണ് ആരോ കോടതിയിൽ പോയിട്ടാണ് അത് നിന്നതല്ല. അത് സർക്കാർ അതിൽ തൊടാൻ പോയില്ല. കന്യാസ്ത്രീകൾ കോളേജിലൊക്കെ ജോലി ചെയ്യുമല്ലോ. അപ്പോൾ UGC സ്കെയിൽ അനുസരിച്ച് ശമ്പളം കന്യാസ്ത്രീക്കും ഉണ്ട്. പക്ഷേ ഇൻകം ടാക്സ് ഇല്ല. അവർ സന്യാസിനിയാണ്. വാസ്തവമാണ്. ആ കന്യാസ്ത്രീയുടെ ശമ്പളം ഇവർ തന്നെ, സഭ തന്നെ തട്ടിപ്പറിക്കുക. അതായത് ഈ ശമ്പളം കന്യാസ്ത്രീക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല.
വലിയ ചൂഷണമാണ് നടക്കുന്നത്. സത്യമല്ലേ? അല്ല എന്ന് ആരെങ്കിലും പറയട്ടെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്കെതിരാണ്. ക്രിസ്ത്യാനികൾക്കെതിരൊന്നുമല്ല. ഇങ്ങനെ തട്ടിപ്പ് സഭയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ക്രിസ്ത്യാനികൾ തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലച്ചന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് പ്രതിഷേധമുള്ള പള്ളിയിലച്ചന്മാരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ സഭകളുടെയൊക്കെ കാപട്യം അതിഭീകരമാണ്. അതിലൊന്നാണ് ഈ മദ്യനിരോധനം. ഏറ്റവും വലിയ ലൈസൻസ് ഈ കത്തോലിക്ക സഭയാണ്. അബ്കാരി ലൈസൻസ് ഉള്ളത് കത്തോലിക്ക സഭയുടെ കയ്യിലാണ്. എന്നിട്ട് അവർ മദ്യനിരോധനം പ്രസംഗിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ കാപടികന്മാർ അപൂർവമാണ്. അതുകൊണ്ട് ഇവരുടെ അടുത്ത് കണക്ക് ചോദിക്കണം. നിയമം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യണം. അങ്ങനെ വേണം സഭകൾ നടത്താൻ. അല്ലാതെ ഒരു ലോഹയും തൊപ്പിയും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇമ്മ്യൂണായി, എന്നോടാരും ഒന്നും ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ വന്നതാണ് കേട്ടോ. ഇവരുടെ ഒരു വസ്തു തർക്കവും അതേ ചൊല്ലൊരു പ്രശ്നവും ഉണ്ടായല്ലോ. അപ്പോൾ കേരള ഹൈക്കോടതിയാണ് പോലീസിനോട് പറഞ്ഞ് FIR ഇടിയിക്കുന്നത്. ആരുടെ? ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിയുടെ പേരിൽ. ആലഞ്ചേരി കോടതിയിൽ പോവില്ല. ആലഞ്ചേരി എടുത്ത കണ്ടൻഷൻ എനിക്ക് കാനോൻ നിയമമാണ് ബാധകം. അപ്പോൾ കോടതി പറഞ്ഞു, നടക്കുന്ന കേസല്ല, നിങ്ങൾ ഇന്ത്യൻ പൗരനാണ്, ഇവിടുത്തെ IPC, ഇവിടുത്തെ ഭരണഘടന, ഇവിടുത്തെ സിവിൽ നിയമം, ഇതാണ് നിങ്ങൾക്ക് ബാധകം. മര്യാദയ്ക്ക് കോടതിയിൽ ഹാജരാകുക, അല്ലെങ്കിൽ പോലീസിന് മുമ്പിൽ ഹാജരാകുന്നു. പിന്നെ പോലീസിന് മുമ്പിൽ ഹാജരാവാതിരിക്കാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. കേസിൻ്റെ ഗൗരവം അത് ഇത് നോക്കിയിട്ട് അപ്പോൾ കോടതി പറഞ്ഞു, അങ്ങനെ അനാവശ്യമായിട്ട് ഹരാസ് ചെയ്യരുത്. പക്ഷേ അങ്ങനെയുള്ള കണ്ടൻഷൻ ശരിയല്ല. എനിക്ക് നിയമം ബാധകമല്ല. അങ്ങനെ പറയാനൊരു ധൈര്യം ഉണ്ടെന്ന് നോക്ക്. ആ രീതിയിൽ അത് ചലഞ്ച് ചെയ്ത് നമ്മളുടെ ജോസഫ് പുലിക്കുന്നേൽ കൊടുത്ത കേസ് ഇപ്പോഴും തീർപ്പാവാതെ കോടതിയിൽ കിടപ്പുണ്ട്. ജോസഫ് പുലിക്കുന്നേൽ മരിച്ചുപോയി. കാരണം ഒരു കോടതിയും അത് തൊടുന്നില്ല. ഇവിടെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പണ്ട് തന്നെ ജോസഫ് പുലിക്കുന്നേൽ ഈ കാര്യം പറഞ്ഞിരുന്നു. കാനോൻ നിയമം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കോ ബിഷപ്പുമാർക്കോ പള്ളികൾക്കോ ബാധകമല്ല എന്ന് ഡിക്ലെയർ ചെയ്ത് കിട്ടണം. കാനോൻ നിയമം അവിടെ വത്തിക്കാനിൽ നടപ്പിലാക്കിയാൽ മതി. ഇവിടെ അത് പാടില്ല. ബട്ട് ഇപ്പോൾ കോടതികൾ അത് ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയ്ക്ക് എടുക്കുന്നില്ലെങ്കിലും കേസും തർക്കവും ഒക്കെ വന്നു കഴിയുമ്പോൾ കാനോൻ നിയമമല്ല, ഇന്ത്യൻ നിയമമാണ് ബാധകം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതൊരു പൊട്ടിത്തെറി ഒഴിവായിക്കൊണ്ട് ഇപ്പോൾ സത്യത്തിൽ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകുകയുമില്ല. കാരണം അതല്ലാതെ അവർ സ്വയം നിർമ്മിച്ച പൊട്ടിത്തെറികൾ ഇഷ്ടം പോലെ സഭയിൽ ഉണ്ട് തന്നെ. ഇനി കോടതിയായിട്ട് പുതിയ പടക്കമൊന്നും പൊട്ടിക്കേണ്ട കാര്യമില്ല. വന്നും പോയും ഞാൻ ഇന്ന നട്ഷൽ പറയുന്നത്, ഈ കണക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആരെങ്കിലും അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരെന്തോ കള്ളത്തരം കാണിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ നോക്കൂ, ഈ സാധാരണ എല്ലാവരും പറയുന്നത് എന്താ, മുസ്ലിങ്ങൾക്ക് ഗൾഫിൽ നിന്നും സൗദിയിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ കാശ് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മുസ്ലിം ഗ്രൂപ്പുകളൊന്നും മിണ്ടുന്നില്ല FCRയിൽ. ശ്രദ്ധിച്ചോ? ഒരു മുസ്ലിം ഗ്രൂപ്പും FCRA കാര്യത്തിൽ ഒരു പ്രതിഷേധവും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്കെന്താ വരുന്നില്ല കാശ്? വരുന്നുണ്ട്, അവർക്കും കാശ് വരുന്നുണ്ട്. അനാഥാലയമുണ്ട്, കോളേജുണ്ട്, അതുകൊണ്ട് വീട് വെച്ച് കൊടുക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. അവർക്കെന്താ വിഷമമില്ലാത്ത? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർ കുറഞ്ഞ പക്ഷേ ഇതിനകത്ത് തിരിമറി കാണിക്കുന്നില്ല. ഈ പൈസ എടുത്ത് മതപരിവർത്തനത്തിനോ മറ്റതിനോ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. ഹിന്ദു ഗ്രൂപ്പ്സ് ഫോർ എക്സാമ്പിൾ അമൃതാനന്ദമയി, അതെ, അവർക്ക് വിദേശ സംഭാവന കിട്ടുന്നില്ലേ? ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഉണ്ട്, വിദേശ സംഭാവനയുണ്ട്. അവരെന്താ പരിഭ്രമിക്കാത്തത്? ഇവർ പലപ്പോഴും പറയാറുണ്ട്, ഹിന്ദുക്കളും മതപരിവർത്തനം നടത്തുന്നു, അമ്മയുടെ ആശ്രമത്തിൽ ക്രിസ്ത്യാനികളായ സായിപ്പന്മാരും മദാമിയൊക്കെ വരുന്നു, അവർ ഹിന്ദു രീതിയിൽ ജീവിക്കുന്നു, അത് മതപരിവർത്തനമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പോഴാണ് നിയമപരമായിട്ട് സർക്കാരിന് തന്നെ ചോദിക്കാവുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ അവർ ഭയപ്പെടുന്നില്ല. ആകെ പ്രശ്നം വന്നും പോയും കത്തോലിക്ക സഭയ്ക്ക്, അതും കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് അത് ഒരു നല്ല കാര്യമല്ല. കത്തോലിക്ക സഭ എക്സ്പോസ്ഡ് ആയിപ്പോവും. ഇപ്പം തന്നെ വല്ലാതെ അന്തഛിദ്രത്തിൽപ്പെട്ട് നിൽക്കുകയാണ് സഭ. ഇനി കൂടുതൽ ടഫ് സ്റ്റാൻഡ് എടുത്താൽ കൂടുതൽ പ്രശ്നത്തിലാവും. അതുകൊണ്ടാണ് മെല്ലെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും
ദർ വാസ് നോ ജസ്റ്റിഫിക്കേഷൻ വാട്ട്സ് എവർ. BJP അതിന് സമ്മതിക്കരുതായിരുന്നു. തെരഞ്ഞെടുപ്പ് വരും പോവും, ഇതൊക്കെ വെച്ചിട്ടൊരു ബില്ല് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ ഇതൊക്കെ പറ്റുമോ? എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടായോ? ഉണ്ടായില്ല. അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അത് മാറ്റി വയ്ക്കാൻ പാടില്ല, അതല്ലെങ്കിൽ കൊണ്ടുവരികയും ചെയ്യരുതായിരുന്നു. നിങ്ങൾക്ക് ഈ പേടിയുണ്ടെങ്കിൽ ഒരാൾ കണ്ണ് ഉരുട്ടി കഴിയുമ്പോൾ ഒരു ബില്ല് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന് ഭൂഷണമാണ്. ശരിയല്ല. ഏതായാലും പറ്റിയത് പറ്റി. ഇപ്പോൾ ആസ് സച്ച് ഗവൺമെൻറ് ഡിറ്റർമിൻഡാണ് ഈ മൺസൂൺ സമ്മേളനത്തിൽ അത് ബില്ലായിട്ട് തന്നെ കൊണ്ടുവരികയും ചെയ്യും. അതിൻ്റെ കൂടെ പറയുമ്പോൾ, അതായത് ഈ നക്സലൈറ്റുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രസ്ഥാനങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിലേക്കായല്ലോ, അതിന് പ്രഖ്യാപനവും നടന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഈ ഒരു പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെയും കൂടെ ചേർത്തായിരിക്കുമല്ലോ ഈ ഒരു തീരുമാനം പെട്ടെന്ന് ഈ ഒരു സമയത്ത് മൊത്തത്തിൽ പൂട്ടുക എന്നുള്ളത് ഉണ്ടായിരിക്കാൻ സാധ്യത. അതെ, തീർച്ചയായും. ഇവരൊക്കെ തമ്മിൽ ഇവർ ഫൈനാൻസ് ചെയ്യും. ഇവരുടെ ആൾക്കാർ അച്ഛനായിട്ടും കന്യാസ്ത്രീയായിട്ടും അവിടെ ഉണ്ടാവും. എനിക്ക് മനസ്സിലായിട്ടില്ല, ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പെട്ടെന്ന് ഛത്തീസ്ഗഡിനെ നന്നാക്കാനായിട്ട് ഓടുന്നത് എന്തിനാ? ഇവിടെ എന്താ ദരിദ്രമില്ലേ കേരളത്തിൽ? ഇവിടെ നന്നാക്കാനൊന്നുമില്ല. ഇവിടെ സ്വർഗരാജ്യമായോ? ആ കന്യാസ്ത്രീ ആയി കഴിഞ്ഞാൽ ഉടനെ മധ്യപ്രദേശിലേക്ക്, ഛത്തീസ്ഗഡിലേക്ക്, ജാർഖണ്ഡിലേക്കൊക്കെ വെച്ച് പിടിക്കുകയാണ് നന്നാക്കാനായിട്ട്. ഇവരൊന്നും പോകാൻ അവിടെ നന്നായിക്കോളും, അവിടെ വേറെ മനുഷ്യരുണ്ട്, അവർ നന്നായിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഈ നക്സലൈറ്റുകളുടെ മേഖല. നമ്മളുടെ പഴയ രാമായണത്തിലെ ദണ്ഡകാരണ്യമുണ്ടല്ലോ, ആ ദണ്ഡകാരണ്യമാണ് നക്സലൈറ്റുകൾ വരസിക്കൊണ്ടിരുന്ന സ്ഥലം. ഇപ്പോൾ അവരുടെ എല്ലാം കടപൂട്ടി, പലരും സറണ്ടർ ചെയ്തു, ഒരുപാട് പേര് വെടിയേറ്റ് മരിച്ചു, ഒരുപാട് പേര് ജയിലിലായി, പലർക്കും പൊതുമാപ്പ് കൊടുത്തു, ആയുധം താഴെ വെച്ചിട്ട്. പണ്ട് ജയപ്രകാശ് നാരായണൻ അത് ചെയ്തിരുന്നു. അദ്ദേഹം ചെയ്തത് ചമ്പലിലെ കൊള്ളക്കാരെ ആണ്. അന്ന് ജയപ്രകാശ് നാരായണൻ്റെ മുമ്പിൽ വന്ന് തോക്കുകൾ ഇട്ട് സമർപ്പിച്ച് അങ്ങനെ ഒരുപാട് ഇതിൽ നിന്ന് കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പൊതുമാപ്പ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. കാരണം കേസൊന്നും അന്വേഷിച്ചെങ്ങും എത്താൻ പോകുന്നില്ല. ഒരാൾ വേറൊരാളെ ഒരു കാട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ട്, എങ്ങനെ ആ കേസ് തെളിയിക്കും? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് പൊതുമാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതുപോലെ പൊതുമാപ്പ് നക്സലൈറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട്, വ്യാപകമായിട്ടല്ല, പക്ഷെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് അത് ഒതുക്കാനായിട്ട് പ്രയത്നിക്കുമ്പോഴാണ് ഈ കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് FCRAയുടെ ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ഈ പൈസ ഇറക്കുന്നത്. ആ ലൂപ്പ് ഹോൾ അടയ്ക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം.